വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആനുവൽ എക്സാം അതായത് വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് 6ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഇതിൻ്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റ് ആക്ടിവിറ്റി റീഅറേഞ്ച് ദ ഇവൻറ്റ്സ്. കുറച്ച് കാര്യങ്ങൾ സംഭവിച്ച കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റോറിയിൽ കുറച്ച് ഇവൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിനെ റീഅറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ വൺ ഡേ എ ഫേമസ് ആർട്ടിസ്റ്റ് വിസിറ്റഡ് ഹെർ വില്ലേജ്. ഒരു ദിവസം എന്ത് ചെയ്തു? ഒരു ഫേമസ് ആർട്ടിസ്റ്റ് അവളുടെ വില്ലേജ് വിസിറ്റ് ചെയ്തു. ഹി ഓഫേർഡ് ടു ടീച്ച് സോഫിയ ഹിസ് സ്കിൽ. അവൻ സോഫിയയ്ക്ക് ഓഫർ കൊടുത്തു അവൻ്റെ സ്കില്ല് അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കാമെന്ന്. വൺസ് അപ്പോൺ എ ടൈം ഇൻ എ സ്മോൾ വില്ലേജ് ദെയർ ലിവ്ഡ് എ യങ് ഗേൾ നെയിംഡ് സോഫിയ. ഒരു സ്മോൾ വില്ലേജ് ഉണ്ടായിരുന്നു. അവിടെ ഒരു യങ് ഗേൾ, ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. പെൺകുട്ടിയുടെ പേരാണ് സോഫിയ. സോഫിയാസ് പെയിൻറ്റിങ് സ്കിൽസ് ഇംപ്രൂവ്ഡ് ഡ്രാമാറ്റിക്കലി. ഷീ ബിക്കെയിം നോൺ ആസ് എ ടാലൻറ്റഡ് പെയിൻറ്റ്. സോഫിയ അവളുടെ പെയിൻറ്റിംഗ് ഒക്കെ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് വന്നു. അവൾ പിന്നീട് എന്തായി? നല്ലൊരു ടാലൻറ്റഡ് ആയിട്ടുള്ള പെയിൻറ്ററായിട്ട് മാറി. ഷീ വിഷ്ഡ് ടു ലേൺ ഹൗ ടു പെയിൻറ്റ്. അവൾക്ക് എങ്ങനെ പെയിൻറ്റ് ചെയ്യണമെന്ന് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഷീ ബിഗാൻ ടു ടേക്കിംഗ് ലെസൺ ഫ്രം ദ ആർട്ടിസ്റ്റ്. അവൾ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് നല്ല ലെസൺസൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് ഓർഡറിലാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, അറേഞ്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേതാണ് ആദ്യം വേണ്ടത്? വൺസ് അപ്പോൺ എ ടൈം ഇൻ എ സ്മോൾ വില്ലേജ് ദെയർ ലീവ്ഡ് എ യങ് ഗേൾ നെയിംഡ് സോഫിയ. സോഫിയ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഒരു വില്ലേജിൽ ജീവിച്ചിരുന്നു, ചെറിയ വില്ലേജിൽ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് വേണ്ടത്. രണ്ടാമത്തത് എന്താണ്? ഷീ വിഷ്ഡ് ടു ലേൺ ഹൗ ടു പെയിൻറ്റ്. അവൾക്ക് പെയിൻറ്റ് പഠിക്കണം എന്നുള്ളത് അവളുടെ ആഗ്രഹമായിരുന്നു. പിന്നെന്താ സംഭവിച്ചിട്ടുണ്ടാവുക? വൺ ഡേ എ ഫേമസ് ആർട്ടിസ്റ്റ് വിസിറ്റഡ് ഹെർ വില്ലേജ്. അവളുടെ വില്ലേജിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് വന്നു. അതാണ് മൂന്നാമത്തതായിട്ട് എഴുതേണ്ടത്. നാലാമത്തേതായിരിക്കും ഹി ഓഫേർഡ് ടു ടീച്ച് സോഫിയ ഹിസ് സ്കിൽ. സോഫിയയ്ക്ക് എന്താണ്? അവൻ്റെ സ്കില്ലുകൾ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് ഓഫർ ചെയ്തു അല്ലെ, അവൻ പഠിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. അഞ്ചാമത്തെ എന്തായിരിക്കും? ഷി ബിഗാൻ ടേക്കിംഗ് ലെസൺ ഫ്രം ആർട്ടിസ്റ്റ്. അദ്ദേഹത്തിൽ നിന്ന് അവളെ പാഠങ്ങളൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ അഞ്ചാമത്തെ അതാണ്. ആറാമത്തെ ലാസ്റ്റ് എന്തായിരിക്കും? സോഫിയ പെയിൻറ്റിങ് സ്കിൽ ഇംപ്രൂവ്ഡ് ഡ്രാമാറ്റിക്കലി. ഷി ബിക്കെയിം നോൺ ആസ് ടാലൻറ്റഡ് പെയിൻറ്റർ. അങ്ങനെ അവളുടെ പെയിൻറ്റിങ് ഇമ്പ്രൂവ് ചെയ്തു. അതുമാത്രമല്ല അവൾ ടാലൻറ്റ് പെയിൻറ്ററായിട്ട് മാറുകയും ചെയ്തു അല്ലേ, അങ്ങനെ അറിയപ്പെടുകയും ചെയ്തു. അതാണ് ആറാമത്തെ. അപ്പം ഇങ്ങനെ അതിൻ്റെ ഓർഡറിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? അറേഞ്ച് ചെയ്ത് എഴുതാൻ. ഫസ്റ്റായിട്ട് എഴുതുക, പിന്നെ സെക്കൻഡ് വൺ അങ്ങനെ എഴുതണം. ഓക്കെ, അങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് എഴുതേണ്ടത്. രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ. എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റീഡ് ദ പാസേജ് ആൻഡ് എഡിറ്റ് ദ അണ്ടർലൈൻ വേർഡ്സ്. താഴെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, പാസേജ് കൊടുത്തിട്ടുണ്ട്. പാരഗ്രാഫിൽ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. അത് റീഡ് ചെയ്തിട്ട് അതിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന വാക്കുകളുടെ മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ് മിസ്റ്റേക്ക് എന്ന് നോക്കി തിരുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഐ ടേക്ക് യു ഇൻ യുവർ വേർഡ്സ്. ഇൻ യുവർ വേർഡ്സ് എന്നാണോ വേണ്ടത്? ഇന്നല്ല വേണ്ടത്, അവിടെ അറ്റ് യുവർ വേർഡ്സ് എന്നാണ് വേണ്ടത്. അറ്റ് യുവർ വേർഡ്സ്. രണ്ടാമത്തെ എവറിത്തിങ് ഇൻക്ലൂഡ് എന്നല്ല വേണ്ടത്, ഇൻക്ലൂഡ്സ്. എന്താ വേണ്ടത്? ഇൻക്ലൂഡ്സ് യുവർ വാഗണിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്. എന്താണ്? WAGON എന്നാണ് വേണ്ടത്. സ്പെല്ലിംഗ് മിസ്റ്റേക്സും ഉണ്ടാവും, അതും നമ്മുടെ എഡിറ്റിങ്ങിൽ വരുന്ന ഭാഗമാണ് കേട്ടോ. ആൻഡ് യുവർ ഹോഴ്സ്. ആഫ്റ്റർ എന്ന് എഴുതുമ്പോൾ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ സ്മോൾ ലെറ്ററിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ മിസ്റ്റേക്ക്. ആഫ്റ്റർ ഓൾ എ ഡീൽ ഈസ് എ ഡീൽ ഇഫ് യു ഡോണ്ട് എന്താണ് എഗ്രി ടു മീ എന്നല്ല, വിത്ത് മീ, എന്നോട് കൂടെ അല്ലേ, വിത്ത് മീ വി വിൽ ഗോ ബിഫോർ ദ ജഡ്ജ്. ഇത്രയാണ് വേണ്ടത്. ആക്ടിവിറ്റി 3 റീഡിംഗ് കോംപ്രഹെൻഷൻ. താഴെ കൊടുത്തിരിക്കുന്ന കോംപ്രഹെൻഷൻ റീഡ് ചെയ്യുക. റീഡ് ദ ഫോളോയിങ് പോയം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഈ പോയം വായിച്ചിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തു. ഹി ഓൾവേസ് കംസ് ഓൺ മാർക്കറ്റ് ഡേയ്സ്. അദ്ദേഹം എല്ലാ മാർക്കറ്റ് ഡേയ്സിലും എപ്പോഴും വരുമായിരുന്നു. ആൻഡ് ഹോൾഡ് ബലൂൺ എ ലവ്ലി ബഞ്ച്. അദ്ദേഹം ഒരു കൂട്ടം അല്ലേ, ഒരുപാട് ബലൂൺസ് ഹോൾഡ് ചെയ്തിട്ടാണ് വരിക. ആൻഡ് ഇൻ ദ മാർക്കറ്റ് സ്ക്വയർ ഹി സ്റ്റേറ്റ്സ് ആൻഡ് നെവർ സീം ടു തിങ്ക് ഓഫ് ലഞ്ച്. They are red and purple, blue and green, and when it's sunny day, the carts and people get between. You see them shining far away. And some are big, some are small, all tied together with a string.
and if there is a wind at all, they tug and tug like anything. Some day perhaps he will let them go, and we shall see them sailing high and stand and watch them from below. They would look pretty in the sky. ഇതൊരു മാർക്കറ്റിൽ എന്താണ് ബലൂണും കൊണ്ട് വിൽക്കാൻ വരുന്ന ഒരാളുടെ ഇത് പറയുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അയാൾ എവിടെ നിൽക്കുക, അയാൾ മാർക്കറ്റ് സ്ക്വയറിൽ അവിടെ സ്റ്റേ ചെയ്യും. എന്നിട്ട് പിന്നെ ബലൂണിൻ്റെ സണ്ണി ഡേയ്സ് പോലും അദ്ദേഹം അവിടെ നിൽക്കുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന അദ്ദേഹം ലഞ്ചിനെ കുറിച്ച് പോലും ചിന്തിക്കാറില്ല. അദ്ദേഹം പിന്നെ എന്താണ് റെഡ്, പർപ്പിൾ അങ്ങനെ പല കളറിലുള്ള ബലൂൺസ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെയാണ് ഈ പോയത്തിൽ പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വേർ ഡസ് ദ ബലൂൺ മാൻ സ്റ്റേ? ബലൂൺ മാൻ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ആൻസർ മനസ്സിലാക്കാനുള്ള വഴിയുണ്ടാവും. ഇതിനകത്ത് പറയുന്ന വേർഡ്സ് ഈ പോയത്തിൽ എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞു. ദ ബലൂൺ മാൻ സ്റ്റേ എന്ന് പറയുന്നുണ്ട്. ദ ബലൂൺ മാൻ സ്റ്റേ എവിടെയാണ് വരുന്നത്? ആൻഡ് ഇൻ ദ മാർക്കറ്റ് സ്ക്വയർ ഹീ സ്റ്റേ അല്ലേ. അപ്പോൾ എവിടെയാണ് ആൻസർ? ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇൻ ദ മാർക്കറ്റ് സ്ക്വയർ, ഓൺ ദ ബെഞ്ച്, ഇൻ ദ ഗാർഡൻ, ഇൻ ദ സ്ട്രീറ്റ്. അപ്പോൾ അതെവിടെയാണ്? ഇൻ ദ മാർക്കറ്റ് സ്ക്വയർ. അവിടെയുള്ള സ്റ്റേ എന്നുള്ള വാക്ക് വരുന്നതിൻ്റെ തൊട്ടടുത്ത് അതിൻ്റെ ആൻസറും ഉണ്ടാവും. അങ്ങനെ തന്നെ നോക്കി നിങ്ങൾക്ക് എടുത്തെഴുതാം. രണ്ടാമത്തെ, വാട്ട് ഹാപ്പൻസ് ടു ദ ബലൂൺസ് വെൻ ദ വിൻഡ് ബ്ലോ? എന്താണ് സംഭവിച്ചത്? ദ ബലൂൺ വെൻ ദ വിൻഡ് ബ്ലോ, കാറ്റടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ബലൂൺ എന്ത് സംഭവിച്ചത്? അപ്പോൾ കാറ്റ് വീശിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ബലൂൺസ് എന്ത് സംഭവിച്ചത് അവിടെ പറയുന്നുണ്ട് അല്ലേ. എവിടെയാണ്? ഇഫ് ദർ ഈസ് എ വിൻഡ് അറ്റ് ഓൾ ദേ ടഗ് ആൻഡ് ടഗ് ലൈക്ക് എനിത്തിങ്. അതെന്ത് ചെയ്തു? വലിച്ചുകൊണ്ട് പോയി അല്ലേ. ദേ ടഗ് ആൻഡ് ടഗ്, അതാണ് ആൻസർ. ഇനി മൂന്നാമത്തെ, പിക്ക് ഔട്ട് 2 pairs ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. ഈ പോയത്തിൽ നിന്ന് 2 റൈമിംഗ് വേർഡ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലൂ, ഗ്രീൻ, സം, ബിഗ്, ടഗ് ആൻഡ് ടൈഡ് ടുഗദർ. ഏതായിരിക്കും? ടൈഡ് ടുഗദർ, അതാണ് ശരിയായ ഉത്തരം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദേ ടഗ് ആൻഡ് ടഗ് ലൈക്ക് എനിത്തിങ്. വാട്ട് ഡസ് ദേ റെഫർ ടു ഹിയർ? ഇവിടെ ദേ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? പീപ്പിൾസിനാണോ, കാർഡ്സാണോ, ബലൂൺസാണോ, വിൻഡാണോ? ആരാണ്? ബലൂൺസിനെയാണല്ലേ. കാറ്റ് വീശിപ്പോൾ വലിച്ചുകൊണ്ട് പോയത് ബലൂൺസ്. ദേ എന്നുദ്ദേശിക്കുന്നത് എന്തിനാണ്? ബലൂൺസിനെയാണ്. ആക്ടിവിറ്റി 4 ഒരു കോൺവെർസേഷനാണ്. ദ വുമൺ അറ്റൻഷൻ ഫെൽ ഓൺ ദ സൈഡ് ഓഫ് ദി ബിൽ. ഷീ റീഡ് ദ വേർഡ് പെയ്ഡ് ഇൻ ഫുൾ വിത്ത് 1 glass of milk. At once she recognized the doctor. Oh, he is the boy whom I gave glass of milk. Tears filled her eye. She ran to Dr. Kelly's room. Write the possible conversation between them. ഇതിൽ പറയുന്നത് നമുക്കറിയാം അല്ലേ. എന്താണ്? ആ വുമൺ ആ ഒരു ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കാൻ പോയപ്പോൾ എന്താണ് പറയുന്നത്? ബില്ല് അടച്ചിട്ടുണ്ട്. പെയ്ഡ് ഇൻ ഫുൾ വിത്ത് 1 glass of milk അല്ലേ. അങ്ങനെ പറഞ്ഞിട്ട് എഴുതി വച്ചിരിക്കണം. അപ്പോൾ അവർക്ക് മനസ്സിലായി ഡോക്ടർ ആരായിരുന്നു എന്നുള്ളത്. ആ സ്ത്രീക്ക് മനസ്സിലായി തൻ്റെ കയ്യിൽ നിന്ന് മിൽക്ക് വാങ്ങിച്ച ആ ആളായിരുന്നു അതെന്നുള്ളത് അവൾക്ക് മനസ്സിലായി. അങ്ങനെ ഡോക്ടർ കെല്ലിയുടെ റൂമിലേക്ക് അവൾ കരഞ്ഞുകൊണ്ട് ചെല്ലുകയാണ്. എന്നിട്ട് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ. വുമൺ, ഓ ഐ ആം വെരി സോറി, ഐ കുഡിൻറ്റ് റെക്കഗ്നൈസ് യു. അപ്പോൾ വുമൺ പറയണം, ഓ എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിന്നെ മനസ്സിലായില്ല. അപ്പോൾ കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ എന്താ പറയുക? ഡോണ്ട് വറി, ഐ റെക്കഗ്നൈസ് യു ഈസിലി. എനിക്ക് പെട്ടെന്ന് തന്നെ നിന്നെ എന്തായി മനസ്സിലായി. അപ്പോൾ വുമൺ പറയണം, യു ആർ റിയലി വെരി കൈൻഡ് ഡോക്ടർ, നീ വളരെ നല്ല ദയുള്ള വ്യക്തിയാണെന്ന് വുമൺ പറയുകയാണ് ഡോക്ടറോട്. അപ്പോൾ ഡോക്ടർ പറയണേ, ആൻറ്റി യു തോട്ട് മീ ദ ലെസൺ ഓഫ് ലവ് ആൻഡ് കൈൻഡ്നെസ്. ലവിൻ്റെയും ദയയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ലെസൺസ് എന്നെ പഠിപ്പിച്ചത് ആരാണ്? ആൻറ്റിയാണ് എന്ന് പറയണം. അപ്പോൾ വുമൺ, മീ ഞാനോ? വെൻ ഡിഡ് ഐ ടീച്ച് യു? ഞാൻ നിന്നെ എപ്പോഴാണ് പഠിപ്പിച്ചത്? അപ്പോൾ ഡോക്ടർ പറയണം, വെൻ യു ലവിംഗ്ലി ഗിവ് മീ എ ഗ്ലാസ് ഓഫ് മിൽക്ക്. നീ എനിക്ക് സ്നേഹത്തോടെ ഒരു ഗ്ലാസ് ഓഫ് മിൽക്ക് നീട്ടിയില്ലേ, അപ്പോഴാണ്. ഐ ക്യാൻ ഫോർഗെറ്റ് യുവർ ലവ് ആൻഡ്, ഞാൻ ഒരിക്കലും നിങ്ങളുടെ സ്നേഹം മറക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഡോക്ടർ കെല്ലിയും മറ്റേ വുമണുമായിട്ടുള്ള കോൺവെർസേഷൻ എഴുതുന്നത്. ആക്ടിവിറ്റി 5 നോക്കാം. സ്റ്റോറി റൈറ്റിംഗ് ആണ്. ഡെവലപ്പ് എ സ്റ്റോറി ബേസ്ഡ് ഓൺ ദ ഇവൻറ്റ്സ് ഗിവൺ ഇൻ ദ പിക്ചർ. പിക്ചറിൽ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, കുറച്ച് സംഭവങ്ങൾ അല്ലേ. ഇതിന് ഒരു സ്റ്റോറി ആയിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. എന്താണ്? ഒരു ഗേൾ എന്ത് ചെയ്യുന്നു? മഴ നനയുന്നു അല്ലേ. മഴ നനഞ്ഞുകൊണ്ടിരിക്കും. ഒരു കിളി എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് വീണ് കിടക്കുന്നു. അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കുന്നു അല്ലേ. നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു?
അവൾ അതിനെ പറത്തി വിടുന്നു. മരത്തിൽ നിന്ന് കാറ്റ് വീശി മഴ പെയ്ത് കാറ്റ് വീശിയപ്പോൾ കിളിക്കൂട് താഴെ വീണതാണ്. അപ്പോൾ നിങ്ങൾ അതിനെ വെച്ചിട്ടൊരു കഥ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റോറി റൈറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങളൊരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് പിന്നെ എന്ത് എഴുതണം നമുക്ക് നോക്കാം. ഇങ്ങനെ സ്റ്റോറി ഓൺ എ റെയിനി ആഫ്റ്റർനൂൺ, ഒരു മഴയുള്ള ഉച്ച കഴിഞ്ഞ് എ യങ് ഗേൾ സോ എ സ്മോൾ ഷിവറിംഗ് ബേർഡ് സ്ട്രഗിൾ ഇൻ പുഡിൽ. ഗെൻലി ഷീ സ്കൂപ്ഡ് ഇറ്റ് അപ്പ് ആൻഡ് ടുക്ക് ഇറ്റ് ഹോം. അവൾ ഒരു പക്ഷി നിലത്ത് വീണെടുക്കുന്ന കൂട്ടിൽ നിന്ന് വീണെടുക്കുന്നതായിട്ട് കാണുന്നു, എന്നിട്ട് വിറക്കുന്നതായിട്ട് കാണുന്നു. അവൾ എന്ത് ചെയ്തു, അതിനെ എടുത്തുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയി. ഷീ ഡ്രൈഡ് ഇറ്റ് ഫെതേഴ്സ് ആൻഡ് ഓഫർഡ് ഇറ്റ് വാംത്ത് ആൻഡ് കെയർ. അവൾ എന്ത് ചെയ്തു, അതിൻ്റെ ഫെതേഴ്സൊക്കെ ഉണക്കിയിട്ട് എന്ത് ചെയ്തു, അവൾ നല്ല ട്രീറ്റൊക്കെ ചെയ്ത് ഓക്കെ ആക്കി. ഓവർ ദ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദ ബേർഡ് റിഗെയിൻഡ് ഈ സ്ട്രെങ്ത്. ആ ബേർഡിന് അതിൻ്റെ സ്ട്രെങ്ത്, അതിൻ്റെ ശക്തിയൊക്കെ തിരിച്ച് കിട്ടി. ദ ഗേൾ ഫെഡ് ഇറ്റ് റെഗുലർലി ആൻഡ് വാച്ച്ഡ് ഓവർ ഇറ്റ്. അവൾ എല്ലാ ദിവസവും അതിന് ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു അല്ലേ. ഫൈനലി ഓൺ എ സണ്ണി മോർണിംഗ് ഷീ ക്യാരിഡ് ദ ബേർഡ് ഔട്ട് സൈഡ്. അങ്ങനെ ഒരു ദിവസം അവൾ ആ പക്ഷീനെ എടുത്തുകൊണ്ട് പുറത്ത് പോയി. ഷീ റിലീസ്ഡ് ഇറ്റ് ഇൻ ടു ദ സ്കൈ. എന്നിട്ട് എന്ത് ചെയ്തു, ആകാശത്തേക്ക് പറത്തി വിട്ടു. വാച്ചിങ് വിത്ത് ജോയ് ആസ് എ സോഡ് ഫ്രീലി എമംഗ് ദ ട്രീ. അതിങ്ങനെ പറന്ന് പോകുന്നതും നോക്കി അവൾ ഇരുന്നു. ഫ്രീ ആയിട്ട് പോകുന്നത് നോക്കി അവൾ ചെയ്ത് സന്തോഷത്തോടു കൂടി പോകുന്നത് കണ്ടിട്ട് അവൾ ഇരുന്നു. അപ്പം ഇങ്ങനെ സ്റ്റോറി കുറച്ച് ഇവൻറ്റ്സ് ഇതുപോലെ തരും, വേറെ ഏതെങ്കിലും ഇവൻറ്റ്സ് ആയിരിക്കും തന്നെ. അപ്പോൾ അത് നിങ്ങൾ അതുപോലെ ഒരു സ്റ്റോറി ആക്കാനോ അല്ലെങ്കിൽ ഇവൻറ്റ്സിനെ കുറിച്ച് എഴുതാനൊക്കെ നിങ്ങളോട് ചോദിക്കാം. ഇനി ആക്ടിവിറ്റി 6 ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Hope you remember the story The Champ. The authorities of the local body decided to place some posters warning the tourists about the dangers at the picnic scene. അപകട സ്ഥലങ്ങളിൽ നിന്ന് പിക്നിക് സീൻസൊക്കെ പകർത്തുന്നത് ഈ ടൂറിസ്റ്റിനെ വാൺ ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഒരുപാട് ന്യൂസുകളൊക്കെ കേൾക്കാറുണ്ടല്ലേ, എന്താണ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയി നിന്ന് ഫോട്ടോ എടുത്തിട്ട് അപകടങ്ങൾ അല്ലേ, പുഴയിലേക്ക് തെന്നി വീണു, ഫോട്ടോ എടുക്കുന്ന സമയത്ത് തെന്നി വീണു, അല്ലെങ്കിൽ പുഴയിലേക്ക് പോയി വെള്ളച്ചാട്ടത്തിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് ന്യൂസുകൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ വാർണിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പോസ്റ്റർ എഴുതാനാണ് പറയുകയാണ്. ഏത് ഭാഗവുമായി ദ ചാമ്പ് എന്ന് പറഞ്ഞ സ്റ്റോറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ, ദ ചാമ്പ്. അപ്പോൾ അവർ തീരുമാനിക്കുന്നതാണ് അവിടെ എന്ത് ചെയ്യുന്ന ഒരു പോസ്റ്റർ വയ്ക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി. അബൌട്ട് ദ ഡേഞ്ചേഴ്സ് അറ്റ് ദ പിക്നിക് സീൻ. പിക്നിക് സീനിലെ ഡേഞ്ചറുകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ഒരു കോളം വരയ്ക്കണം. എന്നിട്ട് നമ്മളെങ്ങനെ എഴുതും, അപ്പോൾ അവിടെ എന്തായിരുന്നു, സ്വിമ്മിങ് പ്രൊഹിബിറ്റഡ്. നമുക്ക് എങ്ങനെ പോസ്റ്റർ തയ്യാറാക്കാം, അവിടെ എന്താണ്, നീന്തൽ നിരോധിച്ചിരിക്കുന്നു അല്ലേ, സ്വിമ്മിങ് പ്രൊഹിബിറ്റഡ്, ഡേഞ്ചറസ്, അവിടുത്തെ അപകട സാധ്യതയെ കാണിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്ററാണ് എഴുതാൻ പറ്റുന്നത്. കറണ്ട് സോൺ, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാട്ടോ. കറണ്ട് സോൺ, ഡേഞ്ചറസ് കറണ്ട്, അപകട മേഖലയാണ് അതെന്നും പറഞ്ഞിട്ട് എഴുതാം. ഡേഞ്ചറസ് കറണ്ട് സോൺ. അപ്പോൾ സ്വിമ്മിങ് പ്രൊഹിബിറ്റഡ്, നീന്തൽ നിരോധിച്ചിരിക്കുന്നു, ഡേഞ്ചറസ് കറണ്ട് സോൺ എന്നൊക്കെ പറഞ്ഞ് ഇതുപോലൊരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ടിവിറ്റി 7 സ്പീച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ യൂണിറ്റ് വർക്ക് ഈസ് വർഷിപ്പ്. ദ യൂണിറ്റ് വർക്ക് ഈസ് വർഷിപ്പ്, നിങ്ങളുടെ യൂണിറ്റാണ് വർക്ക് ഈസ് വർഷിപ്പ്. ഇറ്റ്സ് സെൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹാർഡ് വർക്ക്. ഈ ചാപ്റ്ററിൽ എന്താ പറയുന്നത്, വർക്ക് ഈസ് വർഷിപ്പ് എന്ന് പറഞ്ഞ യൂണിറ്റിൽ എന്താ പറയുന്നത്, ഇമ്പോർട്ടൻസ് ഓഫ് ഹാർഡ് വർക്ക്, നമ്മുടെ കഠിനാധ്വാനത്തിൻ്റെ എന്താണ് ഇമ്പോർട്ടൻസ് അല്ലേ, ഹാർഡ് വർക്കിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഈസ് ഓർഗനൈസിങ് എ ഫംഗ്ഷൻ ടു ക്രിയേറ്റ് ഇൻട്രസ്റ്റ് ഇൻ വർക്ക് എമംഗ് ദ മെമ്പേഴ്സ്. യു ആർ ആസ്ക്ഡ് ടു മേക്ക് എ സ്പീച്ച് ദ ഇമ്പോർട്ടൻസ് ഓഫ് എ ഹാർഡ് വർക്ക്. നിങ്ങൾ എന്ത് തയ്യാറാക്കണം, ഇമ്പോർട്ടൻസ് ഓഫ് ഹാർഡ് വർക്കിനെ കുറിച്ചൊരു സ്പീച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞത് നിങ്ങളുടെ സ്കൂളിൽ ഇംഗ്ലീഷ് ക്ലബ്ബ് ഓർഗനൈസ് ചെയ്യുന്ന ഫംഗ്ഷനിൽ കേട്ടോ. അപ്പോൾ എന്താണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹാർഡ് വർക്ക്, അതായിരിക്കണം നിങ്ങളുടെ ഹെഡിങ് വേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്താവുന്ന വർക്ക് സംബന്ധിച്ച ഹാർഡ് വർക്ക്, സോഴ്സ് ഓഫ് ഇൻകം, ഡിഗ്നിറ്റി ഓഫ് വർക്ക്, പ്രോഫിറ്റബിൾ, യൂസ്ഫുൾ ടു സൊസൈറ്റി, ഗുഡ് ടു മൈൻഡ്, ഗുഡ് ടു ബോഡി, എ ഡ്യൂട്ടി. ഇങ്ങനെ കുറച്ച് ഹിൻറ്റുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഹിൻറ്റുകളെല്ലാം കൂട്ടിച്ചേർത്ത് നിങ്ങളിതൊരു പ്രസംഗ രൂപത്തിൽ എഴുതണം എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രസംഗം പറയുമ്പോൾ നമുക്ക് ഡിയർ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് അങ്ങനെ എന്തെങ്കിലും പറയാം, അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നിങ്ങൾക്ക് തുടങ്ങാം. അല്ലെങ്കിൽ ഫ്രണ്ട്സ്, വെറും ഫ്രണ്ട്സ് മാത്രമായിട്ട് തുടങ്ങാം. ഐ ആം ഹിയർ ടു ഷെയർ വിത്ത് യു മൈ വ്യൂസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് വർക്ക്.
ഞാനിവിടെ നിൽക്കുന്നത് എന്തിനാണ്, നിങ്ങൾക്ക് കുറച്ച് വർക്കിനെ കുറിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ, എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഗാന്ധിജി ആൻഡ് ടോൾസ്റ്റോയ് ആർ ഗ്രേറ്റ് അഡ്വക്കേറ്റ്സ് ഓഫ് വർക്ക്. ഗാന്ധിജിയും ടോൾസ്റ്റോയും എന്തായിരുന്നു, നല്ല അഡ്വക്കേറ്റ്സ് ആയിരുന്നു അല്ലേ, അവർ വലിയ അഡ്വക്കേറ്റ്സ് ആയിരുന്നു അവരുടെ വർക്കിൽ. വർക്ക് ഈസ് ഇഫ് യൂസ്ഫുൾ ടു സൊസൈറ്റി. വർക്ക് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കണം, നമ്മുടെ സൊസൈറ്റിക്ക്, സമൂഹത്തിന് യൂസ്ഫുൾ, ഉപകാരമായിട്ടുള്ളതാണ്. ഇസ് വർത്തി. ഫസ്റ്റ് ഓഫ് ഓൾ വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദി ഡിഗ്നിറ്റി ഓഫ് ലേബർ. ഫസ്റ്റ് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഡിഗ്നിറ്റി ഓഫ് ലേബർ, ലേബറിൻ്റെ, തൊഴിലാളിയുടെ ഡിഗ്നിറ്റി നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. വർക്ക് ഈസ് ഗുഡ് ടു അവർ ബോഡി ആൻഡ് മൈൻഡ്. വർക്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ബോഡിക്കും മൈൻഡിനും നല്ലതാണ്. ഇറ്റ് ഈസ് ഓൾസോ സോഴ്സ് ഓഫ് ഇൻകം. അത് മാത്രമല്ല, നമുക്ക് ഇൻകം, വരുമാനം കിട്ടുന്ന സോഴ്സുമാണ് എന്തെന്ന് പറയുന്നത്, വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. റിമെമ്പർ വർക്ക് ഈസ് എ പ്രോഫിറ്റബിൾ ഇഫ് വി വെൽ പ്ലാൻഡ്. ശരിക്കും എന്താണ്, വെൽ പ്ലാൻ ചെയ്താൽ ഏതൊരു വർക്കും നമുക്ക് എന്തായിരിക്കും, പ്രോഫിറ്റബിൾ, ലാഭമുള്ളതായിരിക്കും. ഹാർഡ് വർക്ക് ഈസ് ദ വേ ടു സക്സസ്. നമുക്ക് വിജയിക്കാൻ വേണ്ടത് എന്താണ്, ഹാർഡ് വർക്കാണ്. വി മസ്റ്റ് ലേൺ ടു എൻജോയ് വർക്ക്. നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, എൻജോയ് ചെയ്ത് വേണം എന്ത് ചെയ്യാൻ, ആസ്വദിച്ച് വേണം ഓരോ വർക്കും ചെയ്യാൻ. ഇറ്റ് വിൽ ബ്രിങ് ഹാപ്പിനെസ് ആൻഡ് സക്സസ് ഇൻ ലൈഫ്. ഇതെന്ത് ചെയ്യും, നമ്മുടെ ലൈഫിലെ ഹാപ്പിനെസ്സും സക്സസ്സും നൽകും. സോ ലെറ്റ് us try to have a better outlook on work. താങ്ക് യു. ജയ് ഹിന്ദ്. ഒരു ചെറിയ പ്രസംഗം ഇതുപോലെ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻസ് ഇത്രയൊക്കെയാണുള്ളത്. മക്കൾക്ക് ഇത് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.